അനദർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോയിട്ട് മാറിപ്പോയി ഒന്നുകൂടി ഇൻട്രോ ഓക്കെ. ഹലോ ഗായ്സ്, നമ്മൾ അനദർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് പോയിട്ട് എൻഡർ ഡ്രാഗനെ എന്തൊരു കഷ്ടം കട്ട്. ഹലോ ഗായ്സ്, നമ്മളിത് അനദർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോയിട്ട് ഇത് മറ്റേ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ചിലപ്പോൾ എൻഡറിനെ കൊന്നു നമ്മളിനിപ്പോൾ അതിലായിട്ട് എടുക്കും. ഹലോ ഗായ്സ്, നമ്മൾ അനദർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോയിട്ട് നമ്മൾ എലേറ്റർ ഒപ്പിച്ചുകൊണ്ട് വരുന്ന എപ്പിസോഡാണിത്. നമ്മൾ ഡ്രാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പോയി കൊന്നു. പക്ഷേ വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് വീഡിയോ ഇട്ടത്, യൂട്യൂബിലേക്ക് ഇട്ടത്. അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഡൗൺലോഡായി വന്നപ്പോഴത്തേനും ഒരു ദിവസമായി. അപ്പോൾ ഇന്നാണ് ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ വന്നത്, ഇന്ന് ആ ഡ്രാനൊക്കെ വന്നത്. പക്ഷേ ഇട്ടത് ഇന്നലെയാണ്. ഓക്കെ, അതുകൊണ്ട് അതെൻ്റെ കുഴപ്പമില്ല, അത് യൂട്യൂബിൻ്റെ നെറ്റിൻ്റെയൊക്കെ വിഷയമാണ്. നമുക്ക് എന്തെങ്കിലും അധികം പറഞ്ഞ് താമസിക്കേണ്ട. നേരെ നമുക്ക് ഡ്രാനൊക്കെ സ്ഥലത്തോട്ട് ഫുഡൊക്കെ ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫുഡിൻ്റെ ആവശ്യം വരില്ലായിരിക്കും തോന്നുന്നു. 10 ഉണ്ട്, കുറച്ചുകൂടി പോയി വാങ്ങണം. കുറച്ചുകൂടെ പോയി വാങ്ങിക്കൊണ്ട് വരാം. തീർന്നു പോയാലോ? തീർന്നു പോകത്തൊന്നും ഉണ്ടാവില്ലായിരിക്കും. വെച്ചാൽ ഒരു സ്റ്റാക്കോളം, ഒരു 1.5 സ്റ്റാക്കോളം ഫുഡുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ എൻ്റെ കയ്യിൽ ഹെഡ്ഫോണിൻ്റെ ഒരു ചെറിയ പെണ്ണുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞു പോകുന്നു. അല്ലാണ്ട് ഞാൻ മാക്സിമം ഉറക്കാനെ പറയാൻ നോക്കാം. എന്തായാലും നമുക്കിത് എന്നാടാ അതിന് ഇതന്നെ, അത് ഒരു കുടുംബം തന്നെ ഉണ്ടല്ലോ. ഇതെന്നാടാ കൂട്ടത്തിൽ പെടാത്ത ഒരാൾ? കൂട്ടത്തിൽ പെടാത്ത ഒരാളാ ഗൈസ്, ഒരു കുടുംബത്തിൽ. നമുക്ക് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് എന്തായാലും നേരെ പോയി ഡ്രാനെ കൊല്ലുന്ന സ്ഥലത്തോട്ട് പോകാൻ. അത് അങ്ങോട്ടാണ് സ്ഥലം. നമുക്ക് ഇവിടുന്ന് -2000 എത്രയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു പോകേണ്ടത്. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടുമില്ല, ഇങ്ങോട്ട് പോകണം കേട്ടോ. -2023. അതൊരു വർഷമല്ലേ. നമുക്കെന്തായാലും നേരെ ഞാനെന്നാൽ 2023 എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗായ്സ്, നമ്മളിതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഞാനില്ലേ അവിടെ എത്തി പകുതിയല്ല, ഒരു 300-500 ബ്ലോക്ക് എത്തിയപ്പോൾ ഓർത്ത് നമ്മൾ റോക്കറ്റ് എടുത്തില്ല. പിന്നെ തിരിച്ചു പോയി ഞാൻ റോക്കറ്റ് എപ്പിച്ചുകൊണ്ട് വന്നു. ഗൺ പൗഡർ മറ്റേ മോഫാർമിനുണ്ടായിരുന്നു. മറ്റേ ഇത് ഷുഗർ കെയിനും ബോൺവീൽ ചെയ്യാമല്ലോ ബെഡ് റോക്ക് എഡിഷനിൽ. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഗൈസ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചാടാൻ പോകാം ഗൈസ്. പിന്നെ ഡ്രാനത് നമ്മൾ എന്തിനു മേടിക്കണം? പിന്നെ ഗൈസ് ഫോണിൽ ചൂടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തോളൂ. ലാഗ് ഓവറായിട്ട് വരുന്ന ഭാഗങ്ങൾ ഞാൻ മാക്സിമം എൻ്റെ ബോഡി ഇളകാണ്ട് സംസാരിക്കാൻ നോക്കാം. അതന്നെ, അത് നിങ്ങൾ കണ്ടോ? എനിക്ക് തോന്നിയാണോ റോസ് കളർ വന്നേ? ഹലോ, എനിക്ക് തോന്നുന്നു പുതിയ അപ്ഡേറ്റിൻ്റെ വല്ല കാര്യമായിരിക്കും. മോജാങ്ക് സുധാനം പറയുന്നുണ്ടായിരുന്നു, മോജാങ്ക് എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മണമൊക്കെ അടിക്കുന്നുണ്ട് എന്ന്. ഗൈസ്, ഹീറോ ബ്രെയിൻ വല്ലതും വന്നോ? എന്തിലാട്ടെ, അത് വല്ല ഇതുമായിരിക്കും, പുതിയ മോഡ് വല്ലായിരിക്കും. എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകുന്ന റിസ്ക് ആണല്ലോ. എനിക്ക് പേടിയ എൻ്റെ ഈ സാധനങ്ങളൊന്നും എനിക്ക് കൊണ്ടുകളയാൻ പറ്റൂല. എന്തായാലും കഴിച്ച് ഞാനിപ്പം എൻ്റെ വീട്ടിലല്ല, പറഞ്ഞാൽ ഞാൻ വേറൊരു സ്ഥലത്താണുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ മഴേൻ്റെ സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വലിയ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇഷ്ടടാ അത് ഇതൊക്കെ ബോർഡിൻ്റെ മേളിൽ എനിക്ക് പേടിയാ. പേടിയാ? ഹൈറ്റാ? എനിക്കോ ഹൈറ്റ് പോയിട്ട് എനിക്കൊരു കുന്തവും പേടിയില്ല. എടാ, അതിൻ്റെ അകത്തോട്ട് ഞാൻ എങ്ങനെ ഇറങ്ങി ചെല്ലൂ? എൻ്റെപ്പോൾ ഇട്ട് പോകാൻ പറ്റുമോ? എനിക്ക് പേടിയാ. ഈശ്വരാ, കാക്കണേ നല്ല സ്ഥലത്താണ്. ഞാൻ വിചാരിച്ചു ചത്തൂന്ന്. ഇനി ഇവിടെ നമുക്ക് പയ്യെ ബ്ലോക്ക് വെച്ചങ്ങ് പോവാല്ലേ. ചങ്ക് കൂട്ടിയിട്ടാൽ ലാഗ് അടിക്കും. പക്ഷേ വല്ലതും അടുത്തുണ്ടെങ്കിൽ കാണാം നമുക്ക്. ചങ്ക് കൂട്ടിയിരുന്നോ? എൻ്റെ ചങ്ക് മാക്സിമം 7
ആണെന്ന് തോന്നുന്നു. ബെഡ്റോക്കിൽ അത് ആൻഡ്രോയിഡിൽ ചങ്ക് മാക്സിമം 13 എന്ത് ഇടാനാണ് പറ്റത്തുള്ളൂ. അതിന് കൂടുതൽ ഇടാൻ പറ്റൂല. നമുക്ക് ചങ്കൊന്ന് കൂട്ടിയിട്ട് നോക്കാം. എല്ലാം അടുത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഞാനിതാ ചങ്ക് ഫുള്ളിലിട്ടിട്ട് ചങ്ക് 13 ഇട്ടിട്ടുണ്ട്. ഫോൺ കത്തും ഇല്ലെന്ന് ഇപ്പം കണ്ടറിയാം. നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ചങ്ക് ലോഡാന്നേ ഉള്ളൂ. കണ്ടോ, ലോഡാന്നേ ഉള്ളൂ. അവിടെ ഞാൻ ഗെയിമിൻ്റെ അകത്ത് എന്താ ഇടിപെട്ട സൗണ്ട് കേട്ടോ? റിയൽ ലൈഫിൽ നിന്നാണ് ഗെയിമിൽ നിന്നാണ് ഇപ്പോൾ സൗണ്ട് കേട്ടേ. എടാ നിങ്ങൾ കേൾക്കുന്നു. ഗെയിമിൻ്റെ അകത്ത് നിന്നല്ല, എടാ ഗെയിമിൻ്റെ അകത്ത് നിന്നാണ് ഇടിപെട്ടുന്നേ. ഞാൻ ഈ ഗൈസ് ഇത് ഗെയിമിൻ്റെ അകത്ത് നട്ട് ഇടിയേക്കുന്നേ. ഞാൻ പുറത്തുനിന്ന് നല്ലതായിരിക്കും. നല്ലതല്ല, ഗെയിമിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ്. അതെന്നാ സംഭവം? എടാ ഹീറോപ്രിയം പോലെ വന്നോ? ഹീറോപ്രിയം ഞാൻ പറഞ്ഞെല്ലാം ദേഷ്യം പിടിച്ചോ? അറിയത്തില്ല ഗൈസ്. ഹീറോപ്രിയന് ചങ്ങായിക്ക് കലി പിടിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. അതിന് ബ്രോയിനെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ലേ? ഹീറോപ്രിയനെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെപ്പോഴുള്ളതുകൊണ്ട് നമുക്കിവിടെ ഇച്ചിരി ഹൈറ്റ് മതിലുണ്ടാക്കി വെച്ചിട്ട് നമുക്കങ്ങ് പോയാലോ. ഇവിടം വരെ എൻ്റെപ്പോൾ എറിഞ്ഞ് എത്തുകൂടാ. എറിഞ്ഞു നോക്കാല്ലേ. അവിടെ ഇടിവെട്ടുന്ന സൗണ്ട് സംഭവം വെച്ചാൽ പിന്നെ ഗെയിമിൻ്റെ അകത്ത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കൂല കേട്ടോ. അല്ല, ഗെയിമിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കത്തില്ല എന്ന് വെച്ചാൽ എൻ്റെ എയർപോഡിൻ്റെ ഭരണമായിരിക്കും. ഗെയിമിൻ്റെ സൗണ്ട് വീഡിയോ കേൾക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കൂല എന്ന് അറിയത്തില്ല. എന്തായാലും നല്ലൊരു ഇടി വെട്ടുന്ന സൗണ്ട്. നമ്മൾ ഓവർ വേൾഡ് ഇടി വെട്ടുമ്പോൾ പക്ഷെ ഭയങ്കര സൗണ്ടില്ല. ഇതിൻ്റെ അകത്ത് ഭയങ്കര സൗണ്ടില്ല, ഒരു മിനിമം സൗണ്ട്. എടാ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. 13 ചങ്കിട്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ. ചുറ്റിനും നോക്കി നോക്കട്ടെ. അങ്ങ് വരെ അറിഞ്ഞാൽ എന്തായാലും എത്തില്ല. ഇച്ചിരി ബ്ലോക്ക് വെച്ച് കൊണ്ടുവരും. എനിക്ക് പേടിയാന്ന്. എനിക്ക് കുളിരേക്ക് പോകുന്ന ഹൈറ്റ് കണ്ടിട്ട് അയ്യേ എനിക്കെന്ത് പേടി? എനിക്ക് പേടിയൊന്നുമില്ല. സത്യം പറയാ, ഞാൻ സിപ്പർക്കില്ലാതെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അതോ സിപ്പർക്ക് ലോട്ടറി അടിച്ചാൽ അധികം ദൂരം നമ്മൾ ബ്ലോക്ക് വെക്കാൻ മറന്നുപോയി. നമ്മളങ്ങനെ തിരിച്ചു പോകും. എങ്ങനെ തിരിച്ചു പോകണ്ടേ? അത് നമുക്ക് കോർഡിനേറ്റ് വെച്ച് പോവായിരിക്കും ഗൈസ്. ഷിപ്പർ കുറച്ച് ബ്ലോക്ക് വെച്ച് മുന്നോട്ട് പോയിട്ട് ഗൈസ് എനിക്ക് ഭയങ്കര ലെക്ക് പോലെ കേട്ടോ. ആളും പറഞ്ഞ് എന്നെത്തുള്ളൂ. എൻ്റെ മനെ തള്ളിയൊന്നും ഇല്ലേ? എത്തി. യോ ഇതെന്നാടാ ചീങ്കണ്ണി. അല്ലോ ഗൈസ്, എൻ്റെ അടുത്ത് ഒരു ചെറിയ പയ്യനുണ്ട് കേട്ടോ. അതാണ് തലക്ക് ചെറിയ പെണ്ണുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഗൈസ് നമ്മൾ ഷിപ്പർക്ക് കണ്ടിട്ടുണ്ട്. യോ എൻ്റർമാൻ്റെ കണ്ണ്. ഗൈസ് അത് ഈ പിള്ളേർക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിള്ളേരോട് അതാ ചെറുക്കൻ ഇങ്ങനെ ഇവിടെ നിന്ന് ചിരിച്ചതാണ്. ആദ്യമായിട്ടാ എന്തായാലും ഇവിടെ മേളിൽ ഷിപ്പർക്ക് എനിക്ക് എന്തെങ്കിലും ലെക്കൗണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഒരു സാധനം കിട്ടി. ഇനി നമ്മൾ എന്ത് കഷ്ടപ്പെടും? ഇനി നമുക്ക് പറഞ്ഞങ്ങ് പോവാ. ഊതുന്നേ എത്തി. അതെന്നാ അത്? ആരാ തുപ്പിയത്? അത് മറ്റേ ഇതായിരിക്കും, ഷൾക്കറായിരിക്കും. എന്ന് സൗണ്ട് ഇറങ്ങുക. അമ്മ ഒരു സൗണ്ട് കേട്ടോ. ഞാൻ എത്തില്ല ഷിപ്പർക്കിൽ എത്തില്ല. ആരെങ്കിലും ഉണ്ടോ? പാവമാണേ, ഒന്നും ചെയ്യരുതേ. ഞാൻ ഇവിടുത്തെ ഒരു പാവം ചെയ്യാനാണേ. എൻ്റെ എഴുത്താട. അയ്യോ ഞാൻ പറന്നു പോയേ. അയ്യോ ഞാനൊരു കോച്ചായോ? ലാഭമായില്ലോ എൻ്റെ അമ്മ. അടാ എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നോ? അയ്യേ ശബലം കൊള്ളാം. അങ്ങനത്തേക്ക ഗായ്സ് ഇത് നോക്കൂ നമ്മൾ പുറകിൽ ഇതാ മോസ്റ്റ് റയർ ഫുൾ. ആ സാധനമല്ല, അതിൻ്റെ തൊട്ട് സാധനത്തെ താഴം. സോറി
ഒന്നുകൂടി നോക്കൂ ഗായ്സ്. അതിൻ്റെ മുകളിലത്തെ സാധനമല്ല, അതിൻ്റെ തൊട്ട് താഴത്തെ സാധനമാണ് ഗായ്സ് നമ്മളെ റയർ എന്തോ ഒരു സംഭവം. അതിൻ്റെ പേരെന്തായിരുന്നു എടാ എനിക്ക് വായിക്കാൻ അറിയത്തില്ലടാ. അതിൻ്റെ പേരെന്തായിരുന്നു? എലേറ്റർ. ഗായ്സ് നമുക്ക് ഇതൊരു നല്ല എലേറ്റർ ഇട്ടിട്ട് നമ്മുടെ റോക്കറ്റ് എന്ത് ചെയ്യാം? റോക്കറ്റ് അണ്ണാച്ചി റോക്കറ്റ്. നമുക്ക് റോക്കറ്റ് ഇട്ടിട്ട് എനിക്കെന്താ പറയേണ്ടത് അറിയത്തില്ല, അത്രയും സന്തോഷം. നമുക്ക് താഴെ പോയിട്ട് ഡ്രാഗൻ്റെ ഇതെടുക്കണം, ഡ്രാഗൻ്റെ തല നിലത്ത് പോകാണ്ടെടുക്കണം. അതിന് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ താഴെ ഒരു ബ്ലോക്ക് വെക്കുക, എന്നിട്ട് നമ്മൾ താഴെ ഇറങ്ങുക, എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കയ്യിലോട്ട് എടുക്കും. കിട്ടി. ഗൈസ് ഞാനാണ് ഇനി ഡ്രാഗൻ. സോംബി ആയിരുന്നല്ലോ പറഞ്ഞല്ലേ. അതിലാട്ടെ. അയ്യോ ഉയ്യൻ്റെ അമ്മോ, ഇപ്പോൾ വടിയായനേ. നമ്മളിത് അതിലായിട്ട് ഇടാൻ പോവാണേ. ഓ ഞാൻ തത്തയായി, ഞാൻ പരുന്ത, ഇനി തൊട്ട് പരുന്ത. ഞാൻ എന്നെ പിടിച്ചാൽ കിട്ടൂല. നമ്മൾ പറക്കാൻ പോവാ. പറക്കുന്നു, നമ്മളെ വേണ്ടി നമ്മൾ പറക്കുന്നു. എനിക്ക് എന്താ പറയണത്, അത് അത്രയും സന്തോഷമായി. ഞാൻ ഒരു വേൾഡിൽ എനിക്ക് എലേറ്ററൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയ സന്തോഷമായി. നമ്മൾ പറക്കുന്നു. ഗൈസ് അങ്ങനെ നമ്മളിതാ ഷൾക്കർ ഷെല്ല് ഞാൻ ഇന്ന് എടുക്കുന്നില്ല ഗൈസ്. ഷൾക്കർ ഷെല്ലിൻ്റെ ആവശ്യമില്ല എനിക്കിപ്പം. എന്തായാലും ഗൈസ് ഇതെനിക്കറിയാം, ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് സംഭവം. ശർക്കര അത് ഞാൻ പിന്നെ ഒരു സംഭവം എടുക്കുന്നതായിരിക്കും. അല്ല മോനെ നമ്മൾ വന്ന വഴിയുടെ അതാ ഈ അണ്ടർമാനെ ഞാൻ നോക്കി നോക്കും. ബൈ ഗായ്സ്. നമ്മളിതാ ശർക്കരേനെ നമ്മൾ നാളെ പോയി എടുക്കുന്നതായിരിക്കും. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് ഇന്ന് എന്താണ് പറക്കാൻ പറ്റുന്നത്? ഞാൻ പൊട്ടിയെന്ന്. നമുക്ക് എന്തായാലും നേരെ ചെന്നിട്ട് വേഗം അൺബ്രേക്കിങ് മെൻഡിങ് ഒന്നും ഇതിൻ്റെ അകത്ത് ആടിയിട്ട് പറന്ന് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? വോ അയ്യോ ഇനി ആരാ ഞാൻ കുത്തും സ്പീറും കൊണ്ട് പറന്നൊന്ന് കുത്തും. അയ്യോ ഇപ്പോൾ വടിയായനെ ചാടാൻ ഗൈസ്. എനിക്ക് അതിന് മുമ്പ് ഞാൻ ഒന്ന് ചങ്കൊന്ന് കുറച്ചിട്ടെ. ചങ്ക് കൂട്ടിയിട്ട് ഫോൺ കത്തുന്നു. ഇതേപോലെ നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അൾട്രാ സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് 111 സബ്സ്ക്രൈബേഴ്സാണ്. എനിക്ക് നല്ല സപ്പോർട്ട് നിങ്ങളെല്ലാവരും തരുന്നുണ്ട്. താങ്ക് യു. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അത്രയും എന്താ എനിക്ക് പറയേണ്ടത് നടത്തില്ല. അത്രയും ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കാൻ പറ്റിയ എനിക്ക് നല്ല സന്തോഷമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു എന്ന് പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വലിയൊരു യൂട്യൂബറായിട്ട് ഗിഫ്റ്റൊക്കെ തരും ഗൈസ്. വലിയൊരു യൂട്യൂബർ ആകുമ്പോഴത്തേന് നിങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അതിലാട്ടെ നമ്മളെ അയൺ ഫാം എങ്ങോട്ടായിരുന്നു? അങ്ങോട്ടല്ലേ? അങ്ങോട്ട്. നമ്മൾ അയൺ ഫാമിന് മുകളിൽ കൂടെ നമ്മൾ പറക്കുന്നു ഗായ്സ്. പിന്നെ അവിടെ നീന്തുന്നോ എയർ കൂടെ? ഇപ്പോൾ നോക്കണേ. ഗായ്സ് നമ്മളെ വേൾഡ് കൂടെ പറക്കുന്നു ഗായ്സ്. നമ്മളിതാ പറന്നിറങ്ങിയിട്ടുണ്ട്. നമ്മൾ അൺബ്രേക്കിംഗ് മെൻഡിങ് ഇപ്പോൾ ആഡ് ചെയ്യുന്ന സമയം പോകും. ഞാൻ എന്താ അൺബ്രേക്കിംഗ് മെൻഡിങ് ഒന്ന് വാങ്ങട്ടെ ഗായ്സ്, ഇപ്പം വരാം. അങ്ങനെ നമ്മളിതാ നമ്മളെ ആവശ്യമുള്ള എൻജാൻറ്റ് 2 വാങ്ങിയിട്ടുണ്ട്. ഇത് ഗൈസ് മെൻഡിങ്ങും അൺബ്രേക്കിങ് നമ്മൾ ആഡ് ചെയ്യാൻ വാങ്ങിയിട്ടുണ്ട്. നമുക്കിനി ആഡ് ചെയ്യാം. പക്ഷേ ലെവലുണ്ടല്ലോ അല്ലേ, ഡ്രാനൊക്കെ ഒന്നിൻ്റെ ലെവലുണ്ട്. നമ്മൾ അൺബ്രേക്കിംഗ് ആഡ് ചെയ്തു, മെൻഡിങ് ആഡ് ചെയ്തു ഗൈസ്. അങ്ങനെ ഇത് നമ്മളെ ഫുള്ളി സെറ്റപ്പ് ഇതാ എലേറ്റർ സെറ്റായിട്ടുണ്ട് ഗായ്സ്. നമുക്കൊന്നത് പറക്കാം. ഇതായി നമ്മളങ്ങനെ വേൾഡിൽ പറന്നു. ഇനി തൊട്ട് നാളെ നമ്മൾ ഷൾക്കർ ബോക്സും കൂടി എടുത്ത് പറ്റുമെങ്കിൽ ചിലപ്പോൾ ഞാൻ വീട് സെറ്റ് ചെയ്യുന്ന നാളെ തന്നെ. ഗായ്സ് നമുക്ക് പിന്നെ ഈ എലേറ്ററും കൊണ്ട് നമ്മൾ ഈ വേൾഡിന് പറക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വീടുണ്ടാക്കുകയും ചെയ്യും. ചിലപ്പോൾ ഞാൻ വീടുണ്ടാക്കുള്ളൂ, ചിലപ്പോൾ മാത്രം. അല്ലെങ്കിൽ ഞാൻ വീടുണ്ടാക്കില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ സാധനങ്ങളൊക്കെ ഒപ്പിക്കാൻ തന്നെ ചിലപ്പോൾ ഒരു വീഡിയോ തന്നെ വേണ്ടി വരും എന്ന് വെച്ചാൽ അത്രയും സമയം. എൻ്റെ ചാലേ
അപ്പോൾ ചത്തേനെ. എന്തായാലും ഞാൻ ഇതൊന്നൊക്കെ ഒന്ന് മെൻഡിങ് ആയിട്ട് ആർമർ സാധനങ്ങളൊക്കെ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് പവറാക്കാം. ഇന്നത്തെ പോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. എന്തായാലും ഇങ്ങനെ എനിക്ക് എന്താ പറയേണ്ടത് അറിയത്തില്ല. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. 110 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിതൊരു വലിയ കാര്യമാണ്. ചിലവർക്കത് വലിയ കാര്യമല്ലെങ്കിൽ പോലും. എന്തായാലും നമ്മളിന്ന് പറഞ്ഞ പോലെ എൻഡർ ഡ്രാഗനെ കൊന്ന് നമ്മളിത് ഹൈലൈറ്റർ ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഓക്കെ ഗൈസ്, എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.